ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കപ്പയും മീനിൻ്റെ തലയും കൂടെ കറി വെച്ചാലോ. പിങ്ക് ഗ്രൂപ്പർ എന്ന് പേരുള്ള മീനിൻ്റെ തലയാണിത് കേട്ടോ. ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണേ. അപ്പം ഞാൻ പറ്റാവുന്ന അത്രയും തൊലി ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഒരു മൺചട്ടി എടുത്ത് അതിൽ പകുതിയോളം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 10 ചോള കുടപ്പുളി കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ കുതിരാനിടുക. ആ കുടപ്പുളിയും അതിൻ്റെ വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കുക. പിന്നെ ഒരു സവോള കനം കുറഞ്ഞരിഞ്ഞതും കൂടെ ചേർക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ മാത്രം മീനിൻ്റെ തലക്കഷ്ണങ്ങളിടുക. അതിനുശേഷം 1/2 കിലോ കപ്പ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചതും കൂടെ ഇതിൽ ചേർക്കുക. എന്നിട്ട് നന്നായി കവർ ചെയ്യുക. അപ്പോൾ ഇത് മൂടി കിടക്കുന്ന പരുവത്തിന് വെള്ളം വേണം കേട്ടോ. കപ്പ വെള്ളത്തിൽ കിടന്ന് വെന്തില്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് വരില്ല. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് എടുത്തു കേട്ടോ അത് നന്നായി വെട്ടി തിളയ്ക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 10 ചുവന്നുള്ളി ഇട്ട് 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴട്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് മൊരിയിച്ച് അത് നമ്മുടെ മീൻകറിയുടെ മുകളിലോട്ട് ഒഴിക്കുക. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിൽ പുളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ കഴിക്കാൻ പോവാണ് ചൂടോടുകൂടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.